ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ചാരി സോൾ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, വീഡിയോസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പല മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. വീഡിയോസിൻ്റെ ക്വാളിറ്റി നമ്മൾ നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ജിമ്പിൾ ഉപയോഗിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ട്രൈപോഡ് ഉപയോഗിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു പ്രൊഡക്റ്റാണ് മോണോപോഡ്. അപ്പോൾ മോണോപോഡാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സിംപെക്സിൻ്റെ മോണോപോഡാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞാനിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. നമുക്ക് എന്തായാലും അൺബോക്സിലേക്ക് പോവാം. പെട്ടി പൊട്ടിച്ചിട്ടില്ല, നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. ആമസോണിൻ്റെ പാക്കറ്റ് പൊട്ടിക്കാൻ ഇത്തിരി പണിയെടുത്തു. അപ്പോൾ നമ്മുടെ സാധനം ഒത്തിരിക്കാം. ഓക്കെ, നമ്മുടെ മോണോപോഡ് ഒത്തിരിട്ടാണ്. ഓക്കെ, സാധനം സിംപെക്സിൻ്റെ മോണോപോഡാണ് ഇവിടെ നെയിം ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ മോണോപോഡാണ്. സിംപെക്സിൻ്റെ ബ്രാൻഡ് പറയുന്നത് 882 ആണ് മോഡൽ വരുന്നത്. എന്തായാലും നമുക്ക് ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഒരു ബാഗിലാണ് മോണോപോഡ് വന്നിട്ടുള്ളത്. ബാഗുണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നോക്കുമ്പോൾ വെയിറ്റൊക്കെ നല്ല രീതിയിൽ വെയിറ്റുള്ള ഒരു പ്രൊഡക്റ്റാണ്. ബാഗും നല്ല ക്വാളിറ്റിയുള്ള ബാഗ് തന്നെയാണ്. 166 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ 1 പീസ് എന്ന് പറയുന്നത് 65 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ വെയിറ്റ് വരുന്നത് 1.25 കിലോ ആണ് വെയിറ്റ് വരുന്നത്. 1.37 കിലോ ആണ് വെയിറ്റ് വരുന്നത്. നമുക്ക് 6 കിലോ വരെയുള്ള ക്യാമറകൾ നമുക്ക് ഈ മോണോപോഡിൽ ക്യാരി ചെയ്യാൻ പറ്റും. അതാണ് സ്പെസിഫിക്കേഷൻസ്. നമുക്ക് എന്തായാലും മോണോപോഡിൻ്റെ ബാഗ് പൊളിച്ച് മോണോപോഡ് ഉള്ളിലുള്ളത് നോക്കാം. ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട്. മൊബൈൽ ഹോൾഡർ അടക്കമുള്ളതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരു ബുഷ് ഉണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് മോണോപോഡ്. നല്ലൊരു പാക്കിംഗ് തന്നെയാണ്, ഡീസൻറ്റ് പാക്കിംഗ് ആണ്. ഇതാണ് നമ്മുടെ സാധനം. നയിച്ചതാണ് മോണോപോഡിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ട്രൈപോഡ് പോലെ 3 ലെഗ്സ് ആയിരിക്കില്ല. നമുക്ക് ഒറ്റ ലെഗ് ഉണ്ടായിരിക്കുള്ളൂ. അതിനോട് കൂടി ഒരു സ്റ്റാൻഡ് ആയിരിക്കും ഉണ്ടാവാം. ഇതാണ് മോണോപോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ട്രൈപോഡുകളാകുമ്പോൾ മൂവ് ചെയ്തെടുക്കുന്ന വീഡിയോസിലെല്ലാം അല്ലെങ്കിൽ ട്രാവലിങ്ങിൽ വരുന്ന വീഡിയോസെല്ലാം നമുക്ക് ഈസി ആയിരിക്കില്ല ട്രൈപോഡാണെങ്കിൽ. കാരണം ക്യാരി ചെയ്യുമ്പോൾ വെയിറ്റും അതുപോലെ തന്നെ നമുക്ക് സ്മൂത്തായിട്ട് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മോണോപോഡ് എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റാൻഡ് 3 ലെഗ്സിന് ഒരു സ്റ്റാൻഡാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഹെഡ് വരുന്നുണ്ട്. ഹെഡും നല്ല ഹെവി ഹെഡാണ്, ക്വാളിറ്റിയുള്ള ഹെഡാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ഹെഡിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും മൂവ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും മൂവ്മെൻ്റ് ഉണ്ട്. ഈ 2 മൂവ്മെൻറ്റും ഹെഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഹെഡിൻ്റെ ടോപ്പ് അത്യാവശ്യം നല്ല വലിയൊരു ഹെഡ് തന്നെയാണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിലുള്ള എല്ലാ ക്യാമറകളും വെക്കാനായിട്ട് പറ്റും. ഇത്തിരി ടൈറ്റാണ്, ഉപയോഗിച്ച് സ്മൂത്താവും.
നമുക്ക് ഹെഡ്, ഫ്രണ്ട്, അതുപോലെ തന്നെ ബാക്ക് മൂവ്മെൻ്റ് ഉണ്ട്. ഇത്തിരി ടൈറ്റാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ടൈറ്റായിട്ടിരിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ലിവറുകളാണ് ഇവിടെ ഉള്ളത്. ഈ സ്ക്രൂസ് ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ലൂസ് ആക്കുന്നതനുസരിച്ച് നമുക്ക് ഹെഡ് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്യാമറ വെക്കാനുള്ള ബോർഡുണ്ട്. അതൊരു മരത്തിൻ്റെ എന്തോ മെറ്റീരിയലാണ്. അപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലിവർ ഉണ്ട്. അത് പിടിച്ച് വലിക്കുകയാണെങ്കിൽ നമുക്ക് ഊരാൻ കിട്ടും. അപ്പോൾ ഈ ഊരിയെടുക്കുന്ന സാധനം നമുക്കിവിടെ സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഇതിൽ ക്യാമറ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് തിരിച്ച് വയ്ക്കാനും എളുപ്പമാണ്. ജസ്റ്റ് ഇതിലേക്ക് വെച്ച് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഗാഡിയിലേക്ക് വിടും. അപ്പോൾ ഇതുപോലെ തന്നെ ഇൻബിൽഡ് ലിവറുണ്ട്. ലിവർ നമുക്ക് ഇതിൻ്റെ അഴിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ സ്ക്രൂ ഉണ്ട്. ഇത് അഴിച്ച് നമുക്ക് ഊരിയെടുക്കാൻ കിട്ടും. ഇതാണ് ലിവർ വരുന്നത്. ഓക്കെ, എപ്പോഴും ലിവർ കണക്ട് ചെയ്ത് വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്ര നമുക്ക് ഭയങ്കര ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതുപോലെ തന്നെ നമുക്ക് കൈയിടാനും അതിൻ്റെ സേഫ്റ്റിക്കായിട്ട് കൈയിട്ട് പിടിക്കാനുള്ള ബെൽറ്റ് എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഒരു മൊത്തം സൈസ് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു 165 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പോർഷൻ ഇതാണ്. സെക്കൻഡ് പോർഷൻ, തേർഡ് പോർഷൻ. ഇത്രയും ലെങ്ത്ത് ഉണ്ട്. അതായത് ഏകദേശം എൻ്റെ ഹൈറ്റിനേക്കാളല്ല കൂടുതൽ ഹൈറ്റ് വരുന്നുണ്ട്. അത്രയും ലെങ്ത്ത് ഉണ്ട്. ഫുൾ ലെങ്ത്ത് ആകുമ്പോൾ ഇത്തിരി ബാലൻസിങ് ഇഷ്യൂ വരുന്നുണ്ട്. അത് ഇവിടെ ടൈറ്റ് ആക്കാതെയാണ്. ലെഗ് ടൈറ്റ് ആക്കുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ ഫുൾ ലെങ്ത്ത് ഉണ്ട്. നമുക്ക് ഫുൾ ലെങ്ത്തിൽ തന്നെ ക്യാമറ ഒക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം. നമുക്കിതിൻ്റെ ലെഗ് റിമൂവ് ചെയ്യാൻ പറ്റും. ലെഗ് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊരു ഒരു സെൽഫി സ്റ്റിക്ക് പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹെഡും ഇതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റും. ഹെഡ് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഹെഡും അപ്പോൾ റിമൂവ് ചെയ്തു. നമുക്കപ്പോൾ 3 പാർട്ടായിട്ട് ഈ മോണോപോഡിനെ മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹെഡ് ഇല്ലാതെയും അതുപോലെ തന്നെ ലെഗ് ഇല്ലാതെയും ഇതൊരു സെൽഫി സ്റ്റിക്ക് പോലെ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ക്യാമറ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സെൽഫി സ്റ്റിക്ക് പോലെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇവിടുത്തെ ഈ ഗ്രിപ്പ് നല്ലൊരു ഗ്രിപ്പ് തന്നെയാണ്. നേരത്തെ നമ്മൾ ബുഷിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഈ ബുഷ് നമുക്ക് ഇവിടെ പിറകിൽ ഇൻസെർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ലെഗ് ഇല്ലാതെ യൂസ് ചെയ്യുന്ന സമയത്ത് താഴത്ത് വയ്ക്കാനൊക്കെ എളുപ്പത്തിനാണ് ആ ബുഷ് ഉള്ളത്. ഓക്കെ, സീരിയൽ നമ്പർ എല്ലാം പറയുന്നുണ്ട്. സിംപെക്സ് 882 ആണ്. നമുക്ക് ഭയങ്കര ഒരു ഹാൻഡിയാണ്. എല്ലാം നമ്മൾ മിനിമൈസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹാൻഡി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ ലെഗ് മടക്കുന്നത്, ലെഗ് മടക്കുന്നത് നമുക്ക് ഈ ബട്ടൺ ഇത് പിറകിലേക്ക് നമ്മൾ പുഷ് ചെയ്യാണ് വേണ്ടത്. പുഷ് ചെയ്ത് മുകളിലേക്ക് തള്ളണം. അപ്പോൾ ഇത് ഇതാവും, അടച്ചു വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇത് ഇങ്ങനെയാണ് ലെഗ് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. വേറൊരു കാര്യം കൂടി ഉണ്ട്, അതും കൂടി കാണിക്കാം. അത് നമുക്ക് പുഷ് വേണ്ട. നമുക്ക് ഈ സ്റ്റിക്ക് ലെഗിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. നമ്മളിത് ലൂസ് ആക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിലുള്ളത് നമുക്ക് 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പെസിഫിക്കേഷനാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഷൂട്ടിൽ താഴത്ത് ലെഗ് ഉപയോഗിച്ച് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് 360 ഡിഗ്രിയിൽ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ലെഗ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ലെഗ് നേരിട്ട് ഹെഡിലും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഹെഡിൽ നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഹെഡിൽ സ്ക്രൂ ഫിറ്റ് ചെയ്യാനുള്ള ഹോളുണ്ട്. അപ്പോൾ ഹെഡിലേക്ക് നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹെഡിലേക്ക് നമ്മൾ നേരിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ടേബിളിലാണ് സ്റ്റാൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫി സ്റ്റിക്ക് ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്യാമറ ഒക്കെ നമുക്ക് വെക്കാം. ഹെഡിൽ നിന്ന് നമ്മൾ ക്യാമറ വെക്കാനുള്ള ബോർഡ് അഴിക്കുമ്പോൾ ഈ ലിവർ ഓട്ടോമാറ്റിക്കലി ഇങ്ങനൊരു ഇതിലേക്കാണ്, ഈ ഒരു പൊസിഷനിലേക്കാണ് വരാം. നമ്മൾ ക്യാമറയുടെ ആ ബോർഡ് ഇവിടെ തട്ടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അത് ലോക്കാവും. ഇപ്പോൾ ക്യാമറ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇത്രയ്ക്ക് ഹാൻഡിയാണ്.
നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. സെക്യൂർ ആയിട്ട് തന്നെ ഇരിക്കും. ക്യാമറ ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തിട്ടില്ല, അത്രയ്ക്ക്. ഓക്കെ, അപ്പോൾ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ മേടിക്കാവുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ മോണോപോഡ് എന്നുള്ളത്. ട്രൈപോഡിനേക്കാളൊക്കെ നല്ല യൂസ്ഫുൾ ആണ്. അത്യാവശ്യം നല്ല ഹെവിയാണ്, അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഇത് അലുമിനിയം ആണ് മെറ്റൽ വരുന്നത്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ മോണോപോഡ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് സിംപെക്സിൻ്റെ 882 എന്ന് പറയുന്ന ഈ മോഡൽ. ഞാനത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. 3710 രൂപയാണ് ഈ പ്രൊഡക്റ്റിനായിട്ടുള്ളത്. ഇത് സെയിം സാധനം ഫ്ലിപ്കാർട്ടിൽ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, 4500 രൂപ വരുന്നുണ്ട്. ഷോപ്പിലാണെങ്കിൽ നമുക്ക് അത്ര തന്നെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു റീസണബിൾ റേറ്റിലാണ് നമുക്ക് നല്ലൊരു മോണോപോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോണോപോഡ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തായാലും സിംപെക്സിൻ്റെ മോണോപോഡ് മേടിക്കാവുന്നതാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്. എന്തായാലും നമുക്ക് കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ റിവ്യൂ നമുക്ക് അടുത്ത് തന്നെ വേറൊരു വീഡിയോയിലൂടെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.